ഹായ് പ്രിയപ്പെട്ടവരെ, മാരിയോ കത്തോലിക്ക സഭയിലേക്ക് വന്നത് ഒരു ഇസ്ലാം ചാരനായിട്ട് വന്നതാണ് എന്ന ആരോപണമാണ് വ്യാപകമായിട്ടുള്ളത്. എന്നാൽ അത് തെറ്റാണ്. മാരിയോയുടെ ബോധ്യത്തിൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചാരപ്രവർത്തനമില്ല, മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തനമില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചില തെളിവുകൾ കിട്ടുന്നത്. ചിലർക്കൊക്കെ അറിയാമായിരുന്നെങ്കിലും പൊതുവെ അറിയാത്ത രഹസ്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. അരൂപി തലത്തിലുള്ള ചില അദൃശ്യ ശക്തികളുടെ ഉപകരണമായി മാരിയോ മാറുകയായിരുന്നെന്നും കത്തോലിക്ക സഭയ്ക്കുള്ളിലേക്ക് മാരിയോയെ പറഞ്ഞു വിട്ടത് ആരാണെന്നും വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. അത് മാരിയോയുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്, മാരിയോയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. നിന്നെയും തേടി എന്ന മാരിയോ എഴുതിയ പുസ്തകത്തിൽ 115 പേജിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന രഹസ്യങ്ങളാണത്. യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ച് നല്ല വിശ്വാസിയായി ജീവിച്ചെങ്കിലും ഡിവൈനിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടുമൊക്കെ താമസിക്കുന്നതിനിടയിൽ വളരെയേറെ മനോസംഘർഷം ഉണ്ടാവുകയും സഭ വിട്ട് ഇസ്ലാമിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മടങ്ങിപ്പോയി സുലൈമാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഡിവൈനിലേക്ക് മടങ്ങിപ്പോകാൻ കൽപ്പന കിട്ടി. അങ്ങനെ തിരിച്ചെത്തി. അത് സത്യമാണ്. മുസ്ലിങ്ങൾ വേട്ടയാടുന്നു, കൊല്ലാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് വയനാടൻ ചുരത്തിൽ താമസിക്കുന്ന തൻ്റെ അമ്മാവനെ വിളിച്ചു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ മടങ്ങി വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ രാത്രിയിൽ എത്തിയതും ഒക്കെ ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. തമാശയിൽ പോലും ആരെങ്കിലും എന്നെ കളിയാക്കുന്നത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടും. എൻ്റെ ബന്ധുക്കളെ ഉപേക്ഷിക്കണമോ, എൻ്റെ വീട്ടിലേക്ക് തിരികെ ചെന്നാൽ അവരെന്നെ സ്വീകരിക്കുമോ? ഇത്തരമുള്ള അനുഭവങ്ങൾ തുടർച്ചയായി വന്നപ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി തുടങ്ങി. തിരികെ പോകണോ? കുഴഞ്ഞുപോയ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ഒരു നിമിഷത്തിൽ വയനാടൻ ചുരത്തിൽ താമസിച്ചിരുന്ന എൻ്റെ അമ്മാവനെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഞാൻ തിരികെ വരികയാണ്, ഉപദ്രവിക്കരുത്, എന്നെ സ്വീകരിക്കണം. ഇത്രയും പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഒരു തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ അമ്മാവൻ്റെ വീട്ടിലെത്തി. 3-4 വരി വിട്ടു വായിക്കാം. എങ്ങനെയുണ്ട് ക്രിസ്ത്യാനികൾ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മാവൻ്റെ ചോദ്യം. അവരുടെ ഇടയിലുള്ള ജീവിതം നിനക്ക് മടുത്തു ഇല്ലേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ മൗനം കണ്ടിട്ടാകണം അമ്മാവൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. നല്ല യാത്രാക്ഷീണം ഉണ്ടാകും, നീ ഉറങ്ങിക്കോ, ബാക്കി കാര്യങ്ങളെല്ലാം നാളെ സംസാരിക്കാം. അങ്ങനെ അമ്മാവൻ പറഞ്ഞു. നിസ്കരിക്കുന്നതിന് മുൻപ് വുളു എടുക്കുന്നതിനായി അമ്മാവൻ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് തന്നു. ആ വെള്ളപ്പാത്രവും നോക്കി കുറച്ചു നേരം ഞാൻ ഇരുന്നു. എന്തു ചെയ്യണം? അല്ലാഹുവിനോട് നിസ്കരിക്കണമോ യേശുവിനോട് നിസ്കരിക്കണമോ? അവിടെ ഇരുന്ന് ക്ഷീണം കൊണ്ട് ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. ആരോട് നിസ്കരിക്കണമെന്ന് ശങ്കയുണ്ടായെങ്കിലും ആരോടാണ് നിസ്കരിച്ചതെന്ന് പറയുന്നില്ല. അമ്മാവനെ കാണിക്കാൻ നിസ്കരിച്ചതായി അഭിനയിച്ചിട്ട് മാറിയതല്ല, നിസ്കരിച്ചു എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിസ്കാരപ്പായയിൽ തന്നെ ഉറങ്ങിപ്പോയത്. ശരീരത്തിൽ ഒരു ചൂട് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ നിസ്കാരപ്പായയിൽ. ഞാനാകെ പരിഭ്രമിച്ചു. ഭയവും അത്ഭുതവും സംഭ്രാന്തിയും, എന്തൊക്കെയോ ഒരുപാട് വികാരങ്ങൾ. അപ്പോൾ നിസ്കാരപ്പായയിൽ ഇരിക്കുന്ന വ്യക്തി പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമാണ് ക്രിസ്തുവിനെ പോലെ തോന്നിക്കുന്ന ആൾ അവിടെ കാണപ്പെട്ടു എന്നല്ല പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവുമായി സാമ്യം പോലും ഇല്ലാത്ത ഒരാളാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വ്യക്തമാണ്. അപ്പോൾ നിസ്കാരപ്പായയിൽ ഇരിക്കുന്ന വ്യക്തി പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവാണ്, എനിക്കായി പോവുക. നിരവധിയായ രൂപങ്ങളിൽ ചിത്രീകരണങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരണകളുണ്ട്. വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നു, പ്രവാചകൻ ദർശനത്തിൽ കണ്ടത് മനുഷ്യപുത്രനെ പോലൊരുവൻ. അപ്പോൾ യേശുവിന്റെ രൂപഭാവങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത പെന്തക്കോസ്തിലൊക്കെ ഉള്ളവർക്ക് പോലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആൾ എന്ന് പറയാൻ കഴിയില്ല. ഇന്നയാളാണ് എന്നൊരു ധാരണ ഉള്ളിൽ നൽകും. അങ്ങനെയുള്ള സ്ഥിതിയിൽ ക്രിസ്തു അല്ല പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഉറപ്പാണ്. മറ്റൊന്ന്, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു ദർശനവുമല്ല. കാരണം ഒരുക്കത്തിൽ ഞെട്ടി ഉണർന്നു പ്രത്യേകം വായിക്കുന്നു. ചൂട് അനുഭവപ്പെട്ടു, തന്നോടൊപ്പം പായയിൽ വന്നിരിക്കുന്ന ആളുടെ ചൂട് അനുഭവപ്പെട്ടു എന്നും പറയുന്നു. പ്രത്യക്ഷപ്പെടലാണ്, ശക്തമായ പ്രത്യക്ഷപ്പെടൽ തന്നെയാണ്. തണുപ്പ് കാലമായിട്ട് എന്നെ ആകെ വിയർക്കാൻ തുടങ്ങി. എനിക്കൊന്നും വിശ്വസിക്കാനായില്ല. എങ്കിലും വിശ്വസിക്കാതിരിക്കാനാവില്ലല്ലോ. ആ രാത്രി തന്നെ ഞാൻ അമ്മാവൻ്റെ വീട് വിട്ടിറങ്ങി. പിറ്റേ ദിവസം ഡിവൈനിൽ തിരിച്ചെത്തുകയും ചെയ്തു. ആ യാത്രയിലുടനീളം എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു, യേശുവേ, ഇന്നു മുതൽ നിനക്ക് വേണ്ടി മാത്രം. ഇനി ഇത് യേശുവാണോ അല്ലയോ? ഏതായാലും ഒന്നോർക്കണം, എവിടെയാണ് കാണപ്പെട്ടത്? ഒരു മുസ്ലിം വീട്ടിലാണ് കാണപ്പെട്ടത്. സ്വപ്നമോ ദർശനമോ ആണെങ്കിൽ എവിടെ വെച്ചും ആകാം. എന്നാൽ ക്രൈസ്തവ ഭവനങ്ങളിലോ പള്ളികളിലോ ക്രൈസ്തവരുടെ പ്രദേശത്തോ ഒക്കെയാണ് പ്രത്യക്ഷീകരണങ്ങൾ നടക്കുക. ഇത്രയും കാലം ഡിവൈനിലായിരുന്നപ്പോൾ ഡിവൈൻ ധ്യാനഹാളിലോ മാരിയയുടെ മുറിയിലോ അല്ല പ്രത്യക്ഷപ്പെട്ടത്, ഏതെങ്കിലും ക്രിസ്ത്യൻ വീടുകളിലോ അല്ല എന്നറിയണം. 5 നേരം നിസ്കരിക്കുന്ന ഒരാളുടെ മുസ്ലിം വീട്ടിലാണ്, നിസ്കാരപ്പായയിലാണ് ഇരിക്കുന്നത്. ഒരു വസ്തു എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ ആ കാര്യത്തിന് വേണ്ടി പ്രതിഷ്ഠിതമാണ്. അതൊരു ഭക്തവസ്തുവാണ്. ഓരോ മതത്തിൻ്റെയും ഭക്തവസ്തുക്കളിൽ അതാത് മതത്തിലെ ആരാധനാപാത്രങ്ങളുടെ അരൂപി സ്വാധീനങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ പള്ളിയിൽ നമ്മൾ ഉപ്പീസിനൊക്കെ വിരിക്കുന്ന ശോശപ്പ പോലെയല്ല, ഇത് നിസ്കാരപ്പായയാണ്. ശോശപ്പായിൽ ക്രൈസ്തവ സ്വാധീനമേ ഉണ്ടാവുകയുള്ളൂ, ഇതിൽ ഇസ്ലാം സ്വാധീനമാണുള്ളത്. ഇസ്ലാം അരൂപയുള്ള നിസ്കാരപ്പായയിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു വന്ന് ഇരിക്കില്ല. തന്നെയുമല്ല, സ്വപ്നത്തിലോ ദർശനത്തിലോ അല്ലാതെ
യേശുവോ മാതാവോ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിലൊക്കെ ആ കുടുംബത്തിലും പരിസരത്തും നാട്ടിലൊക്കെയും വലിയ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും ഉണ്ടാവാറുണ്ട്. ഇവിടെ ആ ഭവനത്തിലെ അംഗങ്ങൾക്ക് അമ്മാവന് പോലും മാനസാന്തരം ഉണ്ടായിട്ടില്ല. അതിനാൽ യേശു ക്രിസ്തു അല്ല പ്രത്യക്ഷപ്പെട്ടത്. ക്രിസ്തുവുമായി ഒരു സാമ്യമുള്ളതായി എവിടെയും മാരിയോ ഈ ബുക്കിൽ പറയുന്നുമില്ല. അയാൾ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവാണ്, എനിക്കായി പോവുക. അപ്പോൾ മുതൽ എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു, യേശുവേ, ഇന്നു മുതൽ നിനക്ക് വേണ്ടി മാത്രം. അതായത് മുസ്ലിം വീട്ടിൽ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമിൻ്റെ നിസ്കാരപ്പായിൽ വന്നിരുന്ന് പറയുന്ന ആള് ആരോ, ആ ആൾക്ക് വേണ്ടി മാത്രം ഇന്നു മുതൽ ജീവിക്കുമെന്ന്. ക്രിസ്തുവിൻ്റെ രൂപത്തിൽ അനേകം അശുദ്ധാത്മാക്കൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പല വിശുദ്ധരും ചോദിച്ചത്, യേശുവാണെങ്കിൽ തിരുമുറിവുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട് നാം. ക്രിസ്തുവിൻ്റെ രൂപം പോലും ഇല്ലാതെ വന്നു എന്ന നിലയിൽ ആ വ്യക്തിയുടെ തനി രൂപത്തിൽ തന്നെ വന്നതാണ്. ഒരിക്കലും ക്രിസ്തു അല്ല എന്ന് നമുക്ക് ഉറപ്പാണ് അതുവഴി. അപ്പോൾ തുടർന്നുള്ള നാളുകളിൽ ആ ആൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, പ്രസംഗിക്കുന്നത്. എങ്കിൽ ഉറപ്പാണ്, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ അറിയാനെന്ന പേരിൽ മാരിയോയെ ഈ ഡിവൈനിലേക്ക് നിസ്കാരപ്പായിൽ പ്രത്യക്ഷപ്പെട്ട അതേ ആൾ തന്നെയാണ് അയച്ചത്. എന്നാൽ ആ ആൾക്ക് വേണ്ടി പരസ്യമായൊന്നും ഉടനെ പറഞ്ഞു തുടങ്ങിയില്ല. അതായത് ഇസ്ലാമിലെ ദൈവവും യാഹ്വേയും ഒന്നു തന്നെയാണെന്നും ക്രിസ്തുവും ഇസ്ലാമിലെ ഈസായും ഒന്നു തന്നെയാണെന്നും അപ്പോൾ പഠിപ്പിച്ചില്ല. എനിക്ക് ഇത്ര മാത്രമേ എന്റെ സകല ക്രിസ്തീയ വിശ്വാസികളോടും പറയാനുള്ളൂ. അല്ലാഹ് എന്നത് അറബിയിൽ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേര് യഹോവയ്ക്ക് നൽകാൻ വേണ്ടി മുഹമ്മദ് ശ്രമിച്ച ഒരു വാക്കാണ്. ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു നാമമുണ്ട്, യഹോവ. തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ പതിയിരുന്ന് തൻ്റെ പ്രസംഗവുമൊക്കെ വഴി സാമ്രാജ്യം വലുതാക്കി അനേകർക്ക് താൻ സ്വീകാര്യനായെന്ന് കണ്ടപ്പോൾ ഇനി എന്ത് പറഞ്ഞാലും അനേകർ വിഴുങ്ങും എന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് ഇസ്ലാമിലെ ദൈവവും യാഹ്വേയും ഒരേ ആൾ തന്നെയാണ് എന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്. പ്രവാചകനാണെന്ന് കാണാൻ പറ്റും. അതിലിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, യേശുവിൻ പ്രവാചകനാണ് എന്നതിന് ബൈബിളിൽ എന്താണ് തെളിവ് എന്നുള്ളതാണ്. സാഹചര്യ തെളിവും ബൈബിൾ തെളിവാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വ്യാഖ്യാനിക്കാവുന്നതുള്ളൂ. അച്ഛാ, യേശു ഏകരക്ഷകനാണെന്നും ദൈവപുത്രനാണെന്നും ദൈവം തന്നെയാണെന്നും പ്രഖ്യാപിക്കാനുള്ള വചനങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരുന്നയാൾ ഒടുവിൽ വെറുമൊരു പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള വചനങ്ങളും സാഹചര്യ തെളിവുകളും ഒക്കെ അന്വേഷിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. നിസ്കാരപ്പായിൽ പ്രത്യക്ഷപ്പെട്ട ആ ആളുടെ ദൗത്യം അവിടെയാണ് ആരംഭിക്കുന്നത്. അതുവരെ പശ്ചാത്തലം വിടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലത്തീൻ ഭാഷയിലാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതെങ്കിൽ ലത്തീൻ വാക്കിലാണ് ദൈവത്തിന്റെ പേര് കൊടുത്തത്. സ്പാനിഷിലാണെങ്കിൽ സ്പാനിഷിലാണ് കൊടുത്തത്. ഹെസൂസ് എന്നും ജഹോവ എന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മലയാളത്തിൽ വന്നപ്പോൾ ദൈവം എന്ന് കൊടുത്തു, അതുപോലെ അറബിയിൽ വന്നപ്പം അള്ളാന്ന് കൊടുത്തു. ആ അള്ളാഹ് യഹോവയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുമ്പ് ഇപ്പോഴൊന്നും അല്ല, 2017 ഞാനും ജിജിയും കൂടെ ഒരു ലൈവ് വീഡിയോ എടുക്കും. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ജിജി പറഞ്ഞു ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. എന്റെ അമ്മോ, എന്തോ ഒരു പുകില്! ജിജി മാപ്പ് പറയണം, മാരിയോ മാപ്പ് പറയണം, നാട്ടുകാർ മാപ്പ് പറയണം, എന്തായിരുന്നു അല്ലേ? അന്ന് ഞാൻ അതിന് വ്യാഖ്യാനമൊന്നും കൊടുത്താൽ മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. ഒരു 8 വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നു. ഒരു തെറ്റുമില്ല, ഇൻഷാ അല്ലാ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല, പറ്റുമെങ്കിൽ അത് പറയണം. ഞാൻ പറഞ്ഞില്ലല്ലോ, ദൈവവചനമല്ല, ഞാൻ വായിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കൽപ്പനയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യൂ. കർത്താവ് തിരുമനസ്സായാൽ എന്നല്ലേ? ഈ ദൈവം തിരുമനസ്സായാൽ എന്നതിന്റെ അറബി മാത്രമാണ് ഇൻഷാ അല്ലാ എന്ന്. അറബി അറിയത്തില്ലാത്ത ക്രൈസ്തവരെ കബളിപ്പിക്കുന്ന ശുദ്ധ തട്ടിപ്പാണിത്, ശുദ്ധ നുണയാണ്. ഇൻഷാ അൽ റബ്ബ് എന്ന് എഴുതിയിരിക്കുന്നത്. അൽ റബ്ബ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നതിനാണ്. അൽ യാഹ്വേ എന്ന് ചിലടത്ത് ഉപയോഗിക്കുന്നു, ചിലടത്ത് ഇലാഹി ഉപയോഗിക്കുന്നു. ഇദ്ദേഹം എന്തുകൊണ്ട് ഇൻഷാ ഇലാഹി പറയുന്നില്ല? ഇദ്ദേഹം എന്തുകൊണ്ട് ഇൻഷാ അൽ റബ്ബ് പറയുന്നില്ല? ഒരു തെറ്റുമില്ല, ഇൻഷാ അല്ലാ പറഞ്ഞതിൽ. ഒരു 8 വർഷം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പം മനസ്സിലാവുന്ന ഉത്തമ ബോധ്യമുള്ളതോട് പറയുന്നു. അന്ന് മനസ്സിലാവില്ല, ഇന്ന് മനസ്സിലാവുന്നു. എന്താണ് അർത്ഥം? അന്ന് അധികം റേഞ്ച് ആയിട്ടില്ല. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വഴി ക്രൈസ്തവരിൽ ഒരു 50,000 പേരാണ് ഇസ്ലാമിക രീതിയിലേക്കൊക്കെ മാറിയതെങ്കിൽ ഇത്രയും വർഷങ്ങളെടുത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം വഴിയായി 5 ലക്ഷം പേരെങ്കിലും ഇസ്ലാമിക രീതിയിലായിട്ടുണ്ട്. അവർക്കിതെല്ലാം ഇപ്പോൾ കേൾക്കുമ്പോൾ ഇൻഷാ പറയാനും പറ്റും. ഇൻഷാ പറയാൻ കർത്താവിന്റെ കൽപ്പനയാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ ധരിപ്പിച്ചിട്ട് ആ കൽപ്പന തെറ്റിച്ചാൽ സ്വർഗത്തിൽ പോകില്ലല്ലോ. അങ്ങനെ ഭയപ്പെടുത്തി കൽപ്പനയാണെന്ന് പറഞ്ഞ് ഇൻഷാ പറയിപ്പിക്കുക. കൽപ്പനയാണ്. ഇതെന്തൊരു ദുരന്തമാണ്. അല്ലാഹ് എന്നത് അറബിയിൽ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേര് യഹോവയ്ക്ക് നൽകാൻ വേണ്ടി മുഹമ്മദ് ശ്രമിച്ച ഒരു വാക്കാണ്. ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇസ്ലാമിലെ ദൈവവും യഹോവയും ഒന്നാണെന്ന് സഭയുടെ പല ഗ്രന്ഥങ്ങളിലും ഉള്ളത് നീക്കണമെന്ന് മെത്രാന്മാരോട് പലവട്ടം ആവശ്യപ്പെട്ടതുമാണ്.
അത്രമാത്രം ഉറച്ചു നിന്നിരുന്നു ആ വിഷയത്തിൽ. എന്നാൽ സഭയുടെ ചോറുണ്ട്, സഭയുടെ പേരിൽ ജീവിക്കുന്ന സഭയിലെ ക്ഷുദ്രശക്തികൾ ഒറ്റുകാരെ പോലെ പ്രവർത്തിച്ചപ്പോൾ മാരിയോയ്ക്ക് തന്റെ തനിസ്വരൂപം പുറത്ത് കാണിക്കാൻ, നിസ്കാരപ്പയിൽ ആവശ്യപ്പെട്ട ആൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ ഒരു ചാൻസായി. ഇൻഷാ പറയരുതെന്നും അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ പറയരുതെന്നും ഒക്കെ പഠിപ്പിച്ചിരുന്നയാള് അപ്പോൾ മുതൽ അവയെല്ലാം പറഞ്ഞു തുടങ്ങി. ഇസ്ലാമിലെ ദൈവവും യഹോവയും ഒരേ ആൾ തന്നെയാണെന്ന്, ഖുർആനിലെ ഈസായും ക്രിസ്തുവും ഒരേ ആൾ തന്നെയാണെന്ന് ശക്തമായി പഠിപ്പിച്ചു തുടങ്ങി. അത് വലിയ ശക്തമായ പോരാട്ടമായി, തേരോട്ടമായി അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വായിക്ക് ആണെന്ന് പറയണം. പക്ഷെ രണ്ട് കാഴ്ചപ്പാടിൽ രണ്ട് തരത്തിൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു. ഖുറാനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന യാഹുവേയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ, ഒന്നാണ്, പക്ഷെ രണ്ട് കാഴ്ചപ്പാടിലാണ് പോകുന്നത് എന്നാണ്. ഒരു വെല്ലുവിളി, എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഖുറാനിൽ പറയുന്ന ഈസാ നബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് കാണിച്ചു തരാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുസ്ലിമായി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഖുർആൻ ഈസാ നബി എന്ന് പറയുന്ന കക്ഷി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന. കത്തോലിക്ക സഭയെ വളരെയേറെ നശിപ്പിക്കാൻ, സന്യാസം നശിപ്പിക്കാൻ, പരൗകത്യ ബ്രഹ്മചര്യം നശിപ്പിക്കാൻ വളരെ വിദഗ്ധമായി ഇടപെടുന്നുണ്ട് ഫിലോക്കാലിയ വഴി. അതിന്റെ തെളിവുകൾ ഇതാ. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സെലിബസി ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താൽ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും ആണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല ചുരുക്കം. അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. തെറ്റാർക്കാണ് പറ്റാത്തത്? വിട്ടുകള. മാരിയോയ്ക്കൊരു വീഴ്ച പറ്റിയതല്ലേ എന്ന് ചിലർ ചിന്തിക്കുന്നു. ഇത് വീഴ്ചയല്ല, സാമർത്ഥ്യമാണ്. നിങ്ങളുടെ പള്ളി കള്ളം കയറി വിലപ്പെട്ട പലതും മോഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്താൽ കള്ളന് വീഴ്ച പറ്റിയെന്നാണ് പറയുക? അല്ല, കള്ളന്റെ സാമർത്ഥ്യമാണ്, ശുഷ്കാന്തിയാണത്. മാരിയോയെ ഇങ്ങോട്ട് അയച്ച വ്യക്തികളോടുള്ള വിശ്വസ്തയോടെ, സാമർത്ഥ്യത്തോടെ ചെയ്യുന്നത്. ഇവിടെ ദൈവവും സഭയും കാവൽക്കാരായി നിയമിച്ചവരുടെ വിശ്വസ്തത എവിടെ? അള്ളാ എന്നുള്ളത് ഒരു ഖുറൈശി ദേവന്റെ പേരായിരുന്നെന്ന് ബ്രദർ മാരിയോ തന്നെയല്ലേ 10-14 വർഷം മുമ്പ് പറഞ്ഞത്? വളർന്നു വരുന്ന ചെറിയ തലമുറകളെ പോലും വഴിതെറ്റിക്കാനും അവരെ ഇസ്ലാമിൽ എത്തിക്കാനും വേണ്ടി ഫിലോക്കാലിയ കോഴ്സിലൂടെ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ കൊടുക്കുന്നു. ചെറുപ്പത്തിലെ തന്നെ ഏത് ജാതിക്കാരനെയും പ്രേമിച്ചോളൂ എന്ന് പറയുന്നത് ഉൾപ്പെടെ സെക്സ് ക്ലാസ്സുകളും എല്ലാ കുട്ടികളെയും വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയം തോന്നുന്നതിൽ തെറ്റൊന്നുമല്ല. ആരോട് വേണമെങ്കിലും തോന്നിക്കോ. ഏത് കാസ്റ്റ്, ഏത് മതം, ഏത് റിലീജിയൻ, ഏത് കളർ, എന്ത് വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട. മനുഷ്യനോട് പ്രണയം തോന്നിയാൽ നേരെ അപ്പനോടും അമ്മയോടും ധൈര്യത്തോടെ പോയി പറയാം. ഇനി നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ചങ്കുറപ്പില്ലേ? ഫിലോക്കാലിയുടെ ഓഫീസിലേക്ക് ധൈര്യമായിട്ട് വന്നു ഞങ്ങളോട് പറ. ബാക്കി കാര്യം ഞങ്ങളേറ്റും, ഞങ്ങൾ സഹായിക്കും. നല്ല പയ്യനാണെങ്കിൽ കെട്ടിച്ചു വിടുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഞങ്ങൾക്ക് മാട്രിമോണിയൽ ബ്യൂറോ വരെ ഉണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പയ്യനെ അല്ല ഒരു പെണ്ണിനെ ഇഷ്ടമായാൽ അത് 10ാം ക്ലാസ്സിലാണെങ്കിലും 11ലാണെങ്കിലും 12ലാണെങ്കിലും 5ാം ക്ലാസ്സിലാണെങ്കിലും ചങ്കുറപ്പോ അങ്ങനെ തന്റെ നശീകരണ തേരോട്ടം തുടരുകയാണ്. അപ്പോൾ ഇതിലൂടെ നാം തിരിച്ചറിയേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്, തന്നെ സ്വാധീനിച്ച അരൂപശക്തിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്നു എന്ന് മാത്രം. ഒരു കരിസ്മാറ്റിക്കുകാരൻ അഭിഷേകം കിട്ടിയാൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ മാരിയോയ്ക്ക് നിസ്കാരപ്പായിൽ പ്രത്യക്ഷപ്പെട്ട് ദൗത്യമേൽപ്പിച്ച ആൾക്ക് വിധേയപ്പെട്ട് ചെയ്തു പോകുന്നു എന്ന് മാത്രം. സഭയെ തകർക്കാനുള്ള ദുഷ്ടശക്തികളുടെ തന്ത്രപൂർവമായ നീക്കങ്ങൾ കണ്ടെത്താനും പ്രതിരോധിക്കാനും സഭയിൽ മെത്രാന്മാർക്കോ പണ്ഡിതർക്കോ കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. അതിലുപരി ഇത് തന്നെ മാരിയയെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന അതിവിദഗ്ധമായി മാരിയെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതരും മെത്രാന്മാരും ഏറെ ഉണ്ട് എന്നുള്ളത് സങ്കടകരമായ കാഴ്ചയാണ്. ഈ ഞെട്ടിക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ, ഈ ശക്തമായ അടിയൊഴുക്കുകൾ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നിങ്ങൾക്കെതിരെ അഭിപ്രായമൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.